ഈ വെച്ച ബോർഡിൻ്റെ പുറത്ത് ഈ പദ്ധതി തട്ടിപ്പാണെന്നും ഇത് ജനങ്ങളെ കബളിപ്പിക്കലാണെന്നും എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും കാണാത്ത രീതിയിൽ ഒരു സമാനമായ ഒരു ഫ്ലക്സ് ബോർഡ് ഇതിൻ്റെ മുന്നിൽ മറച്ചു കെട്ടുകയുണ്ട്. സർക്കാരിന്റെ ജനകീയ പദ്ധതിയായ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ചതിന് ഇടതുപക്ഷ സംഘടനയിൽ 7 പേർക്കെതിരെ വകുപ്പുതല നടപടി. CITU യൂണിറ്റ് സെക്രട്ടറി സജികുമാർ, ട്രഷറർ രതീഷ്, കണ്ടക്ടർമാരായ ദീപക് രഘു, അനീത് JL, മോഹൻരാജ്, മനീഷ്, ഡ്രൈവർ S ബിജു എന്നിവർക്കെതിരെയാണ് വകുപ്പുതല നടപടിക്ക് ശുപാർശ നൽകിയിരിക്കുന്നത്. ഡിപ്പോയ്ക്കുള്ളിൽ പ്രിയദർശിനി പദ്ധതിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ CITU പ്രവർത്തകരായ ഇവർ ബാനറുകൾ സ്ഥാപിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയെ തുടർന്നാണ് നടപടിയെടുത്തിരിക്കുന്നത്. വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KSRTC ഹെഡ്ക്വാർട്ടേഴ്സ് മെമ്മോറാണ്ടം പ്രകാരമാണ് ശിക്ഷാ നടപടിയായി ഇവരെ പ്രാബല്യത്തിൽ മറ്റ് യൂണിറ്റുകളിലേക്ക് സ്ഥലം മാറ്റിയത്. ജനപക്ഷ പദ്ധതികളെ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ജീവനക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ നടപടിയെന്ന് KSRTC വർക്കിംഗ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സനൽകുമാർ പറഞ്ഞു. തികച്ചും ന്യായമായ ഒരു നടപടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ സ്ത്രീ സൗജന്യ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളറുടെ ഡിപ്പോയിൽ ഒരു ബാനർ TDFിൻ്റെ പേരിൽ സ്ഥാപിക്കുകയുണ്ടായി. അതിനകത്ത് മുഖ്യമന്ത്രി, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി CP ജോൺ സാറ് എന്നിവരുടെ പടം വച്ച് ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിലുള്ള ബോർഡാണ് സ്ഥാപിക്കുകയുണ്ടായത്. ആ ബോർഡിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിന്നുള്ള ഫാസ്റ്റ് സർവീസുകളുടെ സമയവും എല്ലാ ഓർഡിനറി സർവീസുകളും സ്ത്രീ സൗജന്യമാണെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ തീർത്തും അപലപനീയമായ ഒരു കാര്യമാണ് പ്രതിപക്ഷ സംഘടനയായ CITU അവിടെ നടത്തുകയുണ്ടായത്. ഈ വെച്ച ബോർഡിൻ്റെ പുറത്ത് ഈ പദ്ധതി തട്ടിപ്പാണെന്നും ഇത് ജനങ്ങളെ കബളിപ്പിക്കലാണെന്നും എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടും കൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും കാണാത്ത രീതിയിൽ ഒരു സമാനമായ ഒരു ഫ്ലക്സ് ബോർഡ് ഇതിൻ്റെ മുന്നിൽ മറച്ചു കെട്ടുകയുണ്ടായി. ഈ സംഭവത്തിൽ പങ്കാളിയായവർക്കെതിരെ വകുപ്പുതല നടപടി വേണമെന്ന് യൂണിറ്റ് കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും സർക്കാരിനോടും വകുപ്പ് മന്ത്രിയോടും ആവശ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഒരു നടപടി, ആരെയും ഉപദ്രവിക്കാത്ത രീതിയിൽ ഒരു ട്രാൻസ്ഫർ ഈ ജില്ലയ്ക്കകത്ത് നൽകുകയുണ്ടായി. അത് തീർച്ചയായും അത് വേണ്ടത് തന്നെയാണ്. അതായത് ഈ ബാനർ മറച്ചു കെട്ടിയതോടുകൂടി ജീവനക്കാരുടെ ഇടയിൽ ഒരു സംഘർഷം ഉണ്ടാക്കുന്നതിനും ജനങ്ങളുടെ ഇടയിൽ ഒരാശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിനും മനഃപൂർവ്വമായി സ്ഥാപിച്ച ബോർഡാണ്. അപ്പോൾ അതിൽ തീർത്തും പറഞ്ഞാൽ അതിനൊരു നടപടി ആവശ്യമായിരുന്നു. ആ നടപടി അസോസിയേഷൻകാർ ചോദിച്ചു വാങ്ങിയതാണ്. അതിന് ആ നടപടി എടുത്ത വകുപ്പ് മന്ത്രിക്കും മാനേജ്മെൻറ്റിനും ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ്റെ അഭിനന്ദനങ്ങളും കൂടെ ഈ സമയത്ത് അറിയിക്കുകയാണ്. വിസ്മയ ന്യൂസ്, നെയ്യാറ്റിൻകര.